നമ്മളൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനെയും ബേസിനെയും പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കണ്ടതാണ് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. എന്താണത്? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ്റെ ജനറൽ ഫോമാറ്റ്. ഓക്കെ, ഇത് ഹോമോജനസ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 വരുന്നത്. കൂടാതെ ഇതിൽ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കും. അതിൽ എക്സ് എന്ന് പറയുന്നത് റിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലായിരിക്കും വേരി ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ജനറൽ സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ I is a solution y is equal to c1 y1 plus c2 y2. Okay, so ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആണ് y is equal to c1 y1 plus c2 y2, വേർ ഇതിൽ c1 c ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കണ്ടു കാണും, അതിൻ്റെ ജനറൽ സൊല്യൂഷനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് വരിക. അതിൻ്റെ ഓർഡർ 1 ആയതുകൊണ്ടാണ് അതിൻ്റെ സൊല്യൂഷനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് വരിക. എന്നാൽ ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസ് വരും, c1 c2. ഓക്കെ, ഇനി y1 y2 എന്താണെന്ന് നമുക്ക് നോക്കാം. y1 and y2 ആർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 1 ഓൺ I ദാറ്റ് ആർ നോട്ട് പ്രപ്പോർഷണൽ ആൻഡ് c1 and c2 ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. y1 y2 എന്താണ്? ഈ ഇക്വേഷൻ നമ്പർ 1, ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതായത് വൈയുടെ പ്ലേസിൽ നമ്മൾ y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സാറ്റിസ്ഫൈ ചെയ്യും, y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഈ സൊല്യൂഷൻസ് ഒരു ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ദാറ്റ് ആർ നോട്ട് പ്രപ്പോർഷണൽ. സോ ഈ y1 y2 പ്രപ്പോർഷണൽ ആയിരിക്കരുത്. പ്രപ്പോർഷണൽ ആയിരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് താഴത്തോട്ട് നോട്ടൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, y1 and y2 ആർ കോൾഡ് പ്രപ്പോർഷണൽ. പ്രപ്പോർഷണൽ ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ y1 y2 നോട്ട് പ്രപ്പോർഷണൽ ആണ്. ഇനി പ്രപ്പോർഷണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Two functions y1 and y2 are called proportional on I if for all x on I y1 is equal to k y2 or y2 is equal to l y1. അതായത് രണ്ട് ഫംഗ്ഷൻസ് പ്രപ്പോർഷണൽ എങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ y1 k y2 എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് y1 is a constant multiple of y2, or അല്ലെങ്കിൽ y2നെ l y1 എന്ന് എഴുതാം. സോ y2 is a constant multiple of y1. ഇതിലേതെങ്കിലും രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. വേർ k ആൻഡ് l ആർ നമ്പേഴ്സ് 0 or not. കെയും എല്ലും 0 ആകാം, നോൺ 0 ആകാം. ഓക്കെ, ഇനി നമുക്കിതിനെ നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് ലീനിയർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് പഠിച്ചു കാണും ഫങ്ഷൻസിൻ്റെ. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ പ്രപ്പോർഷണൽ എന്ന് പറയുന്ന ഡെഫിനിഷനെ ഞാൻ ലീനിയർ ഇൻഡിപെൻഡൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. നൗ ഇഫ് y1 and y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ I, then k1 y1 plus k2 y2 is equal to 0, where k1 k2 not both 0. രണ്ട് ഫംഗ്ഷൻസ് y1 y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് k1 y1 plus k2 y2 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ സാധിക്കും. അതിൽ k1 k2 നോട്ട് ബോത്ത് 0. k1 k2 ഒരുമിച്ച് ഒരിക്കലും 0 ആകാൻ പാടില്ല. വേണമെങ്കിൽ k1 0 ആകാം, അല്ലെങ്കിൽ k1 മാത്രം 0 ആകാം, അല്ലെങ്കിൽ k2 മാത്രം 0 ആകാം. എന്തായാലും രണ്ടും ഒരുമിച്ച് 0 ആകാൻ പാടില്ല. ഇനി k1 നോൺ 0 ആകാം, k2 നോൺ 0 ആകാം, രണ്ടും ഒരുമിച്ച് നോൺ 0 ആകാം, അതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഒരെണ്ണമെങ്കിലും നോൺ 0 ആയിരിക്കണം k1ലും k2ലും. ഓക്കെ, സപ്പോസ് അതിനകത്ത് ഇപ്പോൾ k1 ആണ് നോൺ 0 എന്നുണ്ടെങ്കിൽ ഞാൻ ഈ k1 y1 പ്ലസ് k2 y2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ k1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? y1 പ്ലസ് k2 ബൈ k1 y2 ഇസ് ഈക്വൽ ടു 0. സോ y1നെ എനിക്ക് അങ്ങനെ എഴുതാം, y1 ഈസ് ഈക്വൽ ടു മൈനസ് k2 ബൈ k1 y2. ദാറ്റ് മീൻസ് y1 ഈസ് എ, ഈ മൈനസ് k2 ബൈ k1 എന്ന് പറയുന്നത് സം കോൺസ്റ്റൻ്റ് ആണ്. സോ y1 ഈസ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് y2 എന്ന് കിട്ടും. സിമിലർലി k2 ആണ് നോൺ 0 എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇക്വേഷനെ k2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? y2 ഈസ് ഈക്വൽ ടു മൈനസ് k1 ബൈ k2 y1. ദാറ്റ് ഈസ് y2 ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് y1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്? ഒന്നെങ്കിൽ y1 സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് y2 ആയിട്ട് എഴുതാം, അല്ലെ y2 സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് y1 ആയിട്ട് എഴുതാമെന്ന് പറയുമ്പം y1 y2 പ്രപ്പോർഷണൽ ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഞാനിപ്പം y1 y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? y1 y2 പ്രപ്പോർഷണൽ എന്ന് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇഫ് y1 and y2 ആർ നോട്ട് പ്രപ്പോർഷണൽ, ദെൻ എനിക്ക് എന്ത് പറയാം? ദെൻ y1 and y2 ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം, നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് മീൻസ് എന്താണ്? y1 and y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടും. ഓക്കെ,
സോ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷനിലെ ഫങ്ഷൻസ് y1ഉം y2 എന്താണ്, ദാറ്റ് ആർ നോട്ട് പ്രപ്പോർഷണൽ എന്നാണ്. സോ അങ്ങനെ ആണെങ്കിൽ അതിന് പകരം ആ ദാറ്റ് ആർ നോട്ട് പ്രപ്പോർഷണൽ എന്ന് പറയുന്ന കണ്ടീഷൻ മാറ്റിയിട്ട് എനിക്ക് എന്ത് പറയാം, y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ബേസ് എന്താണെന്നാണ് പറയുന്നത്. ദീസ് y1 ആൻഡ് y2, അതായത് ജനറൽ സൊല്യൂഷനിലെ ആ y1 ആൻഡ് y2 ആർ കോൾഡ് എ ബേസിസ് ഓർ എ ഫണ്ടമെൻ്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 1. സോ ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനറൽ സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, c1y1 പ്ലസ് c2y2. അതിലെ y1ഉം y2ഉം സൊല്യൂഷൻസ് ഓഫ് ദാറ്റ് ഹോമോജനസ് ഇക്വേഷൻ ആണ്, ദാറ്റ് ആർ നോട്ട് പ്രപ്പോർഷണൽ ഓർ ദാറ്റ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അഥവാ നോട്ട് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ആ സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബേസിസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ കണ്ടു ആ സൊല്യൂഷൻസ് y1ഉം y2ഉം നോട്ട് പ്രപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാമെന്ന് പറഞ്ഞു, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ അത് വെച്ചിട്ട് ഞാൻ ബേസിസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എനിക്ക് എന്ത് പറയാം ബേസിസ് എന്ന് വെച്ചാൽ, എ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 1 ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ I ഈസ് എ പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓൺ I. ദറ്റ് മീൻസ് ബേസിസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആയിരിക്കണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ, കൂടാതെ അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ എനിക്ക് എന്ത് പറയാം, ബേസിസ് ഈസ് എ പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 1 ഓൺ I. ഇനി ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, എന്താണ് y" പ്ലസ് y ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ഹോമോജനസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഞാൻ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനും ബേസിസും എന്താണെന്ന് നോക്കാൻ പോവാണ്. സോ y1 ഈസ് ഈക്വൽ ടു cos x ആൻഡ് y2 ഈസ് ഈക്വൽ ടു sin x കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിസ്. സോ y1 ഈസ് ഈക്വൽ ടു cos x ഉം y2 ഈസ് ഈക്വൽ ടു sin x ആയിരിക്കും ഇതിൻ്റെ ബേസിസ് ആയിട്ട് വരിക. സോ അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കണം, ഇത് ബേസ് ആണോ എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ അങ്ങനെ ആണെങ്കിൽ ഈ y1ഉം y2 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കൂടാതെ എന്തും ആകണം, ഈ രണ്ട് ഫങ്ഷൻസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ y1ഉം y2ഉം എങ്ങനെ കണ്ടുപിടിക്കും, ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മളിനി പല മെത്തേഡ്സ് വെച്ച് പഠിക്കും. എനിവേ ഇപ്പം നിങ്ങൾ ജനറൽ സൊല്യൂഷനും ബേസിസും എന്താണെന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. സോ ആദ്യം ഞാനിത് ഈ y1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കുവാണ്. സോ y1 ഈസ് ഈക്വൽ ടു cos x, ഞാൻ y1' y1" കണ്ടുപിടിക്കും. അങ്ങനെ ആണെങ്കിൽ y1" പ്ലസ് y1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. സോ y1 സാറ്റിസ്ഫൈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" പ്ലസ് y ഈസ് ഈക്വൽ ടു 0. സിമിലർലി y2 എന്ന് പറയുന്നത് ഞാൻ നോക്കുകയാണ്, y2' y2" കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ y2" പ്ലസ് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അങ്ങനെ ആണെങ്കിൽ y2 ഓൾസോ സാറ്റിസ്ഫൈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" പ്ലസ് y ഈസ് ഈക്വൽ ടു 0. സോ y1ഉം y2ഉം സൊല്യൂഷൻസ് ആയി. ഇനി എന്തും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, ബേസ് ആണോന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആയിരിക്കണം. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നറിയാൻ എന്ത് നോക്കിയാൽ മതി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒരു ഫംഗ്ഷനെ മറ്റേ ഫംഗ്ഷൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ cos xനെ എനിക്ക് sin xൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ സാധിക്കുമോ, ദാറ്റ് ഈസ് cos x ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു sin x എന്ന് എഴുതാൻ പറ്റുമോ, ഒരിക്കലും എഴുതാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ തിരിച്ച് y2 എന്ന് പറയുന്ന sin xനെ എനിക്ക് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു cos x എന്ന് എഴുതാൻ സാധിക്കുമോ, ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫംഗ്ഷൻസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" പ്ലസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിസ് എന്തായിരിക്കും, cos xഉം sin xഉം. y1ഉം y2 ആണ് ബേസ്. സോ ജനറൽ സൊല്യൂഷനെ എനിക്ക് അങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു c1y1 പ്ലസ് c2y2. സോ y ഈസ് ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x. ഓക്കെ, ഇവിടെ ഈ y1ഉം y2ഉം വേണമെങ്കിൽ എനിക്ക് y1 sin x എന്നും y2 cos x എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ ഫങ്ഷൻസ് എടുത്തിരിക്കുന്ന ഓർഡർ ഒന്നും പ്രശ്നമല്ല, അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം.